ഇന്ന് യുടെ കിഴക്കൻ മേഖലകളിലൂടെ കടന്നുപോയ കോൺവെക്റ്റീവ് ക്ലൗഡ്സ് ആക്റ്റീവായ മഴമേഘങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മഴ പെയ്യിച്ചിട്ടാണ് കടന്നുപോയത്. റാസൽ ഖൈമയിലെ അൽവത്തൻ തുടങ്ങിയ പല മേഖലകളിലും ഇന്ന് മഴ പെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം വന്നു കഴിഞ്ഞു. സ്റ്റോം സെന്റർ പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. വൈകിട്ട് 3:40 NCMന്റെ മഴ മുന്നറിയിപ്പ് വന്നത്. ഇന്ന് രാത്രി 7:30 വരെ ഈ ഒരു അലേർട്ട് വിൻഡോ നിലനിൽക്കുന്നുണ്ട്. മഴ പെയ്ത പ്രദേശങ്ങളിൽ ചെറിയ രീതിയിൽ ചൂടിന്റെ ഒരു ആശ്വാസം ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ രാജ്യത്തെ ആകമാനം കാര്യം നോക്കുകയാണെങ്കിൽ അതിശക്തമായ ചൂടാണ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അബുദാബിയുടെ 2 റീജിയനുകളിൽ 49 ഡിഗ്രി കടന്നിട്ടുണ്ട്. ഒന്ന് അൽദഫ്ര മേഖലയിലാണ് 49.8 ഡിഗ്രി സെൽഷ്യസും അലൈൻ്റെ ഭാഗമായ സ്വൈഹാനിൽ 49.4 ഡിഗ്രി സെൽഷ്യസും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ നിലവിലുള്ള സ്ഥിതിഗതികൾ നോക്കുകയാണെങ്കിൽ ഹോർമൂസ് അടക്കമുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസത്തേതുപോലെ തന്നെ സമാധാനപരമായ രീതിയിൽ കപ്പൽ ഗതാഗതം നടന്നു എന്നുള്ളത് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി എത്തിയിരുന്നു. അദ്ദേഹം ഇന്ന് പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തി. എന്ന ഈ രാജ്യത്തിന്റെ സുരക്ഷയിൽ തങ്ങൾ നൽകുന്ന, അതായത് നൽകുന്ന ഒരു പ്രാധാന്യത്തെക്കുറിച്ചും തങ്ങൾക്ക് അതിനോടുള്ള ഒരു പ്രതിബദ്ധതയെക്കുറിച്ചുമൊക്കെ മാർക്കോ റൂബിയോ എടുത്തു പറഞ്ഞത് വളരെ ശ്രദ്ധേയമായിരിക്കുകയാണ്. ലെബനനിൽ നിന്ന് വരുന്ന വിവരങ്ങൾ, ലെബനന്റെ തെക്കൻ ഭാഗങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണത്തിൽ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. പല സ്ഥലങ്ങളിലും ആക്രമണങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. യുദ്ധ സാഹചര്യങ്ങളും ആഗോള സാമ്പത്തിക വ്യവസ്ഥയും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ചില കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ ചില ട്വിസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നത് കൂടി നമ്മളൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മറ്റൊന്നുമല്ല, സ്വർണ്ണവില. ഈ ഇറാൻ സംഘർഷം സമാധാനപരമായ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തുന്ന ഉടനെ സ്വർണ്ണവില ഇനി കുത്തനെ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള പ്രവചനങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇന്നത്തെ സ്വർണ്ണവില വീണ്ടും വീണ്ടും താഴേക്ക് പോയിരിക്കുന്നത്. അതായത് രാവിലത്തേതിൽ നിന്ന് 10 ദിർഹംസിന്റെ വരെ വ്യത്യാസം വന്നിരിക്കുകയാണ് വൈകുന്നേരമായപ്പോഴേക്കും. ഇന്ന് വൈകുന്നേരം രേഖപ്പെടുത്തിയിരിക്കുന്ന യിലെ സ്വർണ്ണവില നോക്കുകയാണെങ്കിൽ 22 ക്യാരറ്റിന് 447 ദിർഹം 50 ഫിൽസും 24 ക്യാരറ്റിന് 483 ദിർഹം 25 ഫിൽസുമാണ്. ഇനി ഷാർജയിൽ 2026 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്ന പാർക്കിങ്ങിലെ സുപ്രധാനമായൊരു മാറ്റത്തെക്കുറിച്ച്. നിലവിലുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി പാർക്കിങ്ങിന്റെ പീരീഡ് അത് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനമാണ് ഷാർജ മുനിസിപ്പാലിറ്റി ഒഫീഷ്യലി നൽകിയിരിക്കുന്നത്. അതായത് അർദ്ധരാത്രി വരെ പാർക്കിംഗ് ഫീസ് ഇടണം എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്ന മേഖലകൾ ഇതൊക്കെയാണ്: ഷാർജ സിറ്റി, കോർഫക്കാൻ, കൽവ, ദെയ്ദ്. ഈ പ്രദേശങ്ങളിലുള്ള എല്ലാ പെയ്ഡ് പാർക്കിംഗ് ഏരിയകളിലും അർദ്ധരാത്രി വരെ പാർക്കിംഗ് ഫീസ് ഈടാക്കിയിരിക്കും. അപ്പം മറന്ന് സാധാരണ രീതിയിൽ പിന്നീട് ഫ്രീ ആണെന്ന് കരുതണ്ട, അർദ്ധരാത്രി വരെ പാർക്കിംഗ് ഫീസ് ഈടാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോഴുള്ളതുപോലെ വെള്ളിയാഴ്ചകളിലും പൊതു അവധി ദിവസങ്ങളിലും ഫ്രീ പാർക്കിംഗ് എന്നുള്ള സിസ്റ്റം തുടരുകയും ചെയ്യും. അതിലും ശ്രദ്ധിക്കേണ്ട കാര്യം, ആഴ്ചയിൽ എല്ലാ ദിവസവും പൊതു അവധി ദിവസങ്ങളിൽ ഉൾപ്പെടെ പാർക്കിംഗ് ഫീസ് ഇടേണ്ട സ്പെഷ്യൽ സോണുകളുണ്ടല്ലോ, അതിനെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. Night updates supported by ELL Properties, Kalyan Jewelers, Gentle Park, Best Quality Linen and Cotton, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Nasood Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.